ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഹരിവരാസത്തിന് ശേഷവും തീർത്ഥാടകരെ 18-ാം പടി കയറ്റാൻ തീരുമാനം. ഹരിവരാസത്തിന് ശേഷം 18-ാം പടിക്ക് താഴെ കാത്തു നിൽക്കുന്നവരെയാണ് പടി ചവിട്ടാൻ അനുവദിക്കുക. ഇവരെ ക്യൂ കോംപ്ലക്സിൽ പ്രവേശിപ്പിച്ച് പുലർച്ചെ ദർശനം നൽകുകയും ചെയ്യും. അശ്വിൻ പാലാഴി സന്നിധാനത്തു നിന്നും വിവരങ്ങളുമായി ചേർന്നു. പറയശ്വിൻ, ഇതുവരെ ഇല്ലാത്ത ഒരു രീതിയാണോ അത്? എസ്കേൻ, അത്രയ്ക്കും തിരക്ക് വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഒരു ദിവസം ആകെ ഉണ്ടാകുന്നത് ഏകദേശം 80,000 മുതൽ 95,000 വരെ തീർത്ഥാടകരാണ് ഒരു ദിവസം പൂർണ്ണമായും ശബരിമലയിലേക്ക് എത്തുക. പക്ഷേ ഇന്ന് 8 മണി വരെയുള്ള കണക്ക് നോക്കുമ്പോൾ തന്നെ അത് 80,000 കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ സമീപ ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത തിരക്ക് ഇന്ന് ശബരിമലയിലുണ്ട് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് 18-ാം പടിക്ക് താഴെ ഈ 11 മണിയോടുകൂടി ഹരിവരാസനം അവസാനിച്ചതിന് ശേഷവും കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെ പടി ചവിട്ടിച്ച് സന്നിധാനത്ത് തന്നെയുള്ള ക്യൂ കോംപ്ലക്സിൽ പ്രവേശിപ്പിച്ച് പുലർച്ചെ 3 മണിക്ക് നട തുറക്കുമ്പോൾ അവർക്ക് ആദ്യ പരിഗണന നൽകി ദർശനം നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത്. അത് ഇന്നു മുതൽ നടപ്പാക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 18-ാം പടിയിലെ ആളുകളെ എത്രയും വേഗം സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ചുമതല. അതുകൊണ്ട് തന്നെ 18-ാം പടി കയറുന്നവരുടെ വേഗത കുറച്ച് വേഗം അല്പം കൂട്ടിയിട്ടുണ്ട്. ചില തീർത്ഥാടകർ അതിന് പരാതിയും പറയുന്നുണ്ട്. 18-ാം പടിയിൽ നിന്നവരെ വലിച്ചെറിയുന്നു എന്നുള്ള പരാതിയും പരിഭവമൊക്കെ ചില തീർത്ഥാടകർ അറിയിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ പോലീസിൻ്റെ വേഗത അല്ലെങ്കിൽ ഈ വേഗം എത്രയും പെട്ടെന്ന് തീർത്ഥാടകരെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഒരു നടപടിയുടെ ഭാഗമായാണ്. വരും ദിവസങ്ങളിൽ തിരക്ക് ഇതിലും വർദ്ധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. നാളെ മുതൽ ചില നിയന്ത്രണങ്ങളൊക്കെ ശബരിമലയിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകളും ദേവസ്വം ബോർഡിൻ്റെ പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ 1 ലക്ഷത്തിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതുവരെ 86,000 തീർത്ഥാടകർ ഇതുവരെ ദർശനം നടത്തിയിട്ടുമുണ്ട്. ഇനിയും ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ 1 ലക്ഷത്തിന് മുകളിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നാളെ പോലീസിൻ്റെ പുതിയ ബാച്ച് കൂടി അധികമായി ചുമതലയേൽക്കുകയുമാണ്. സ്കേൻ. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് ശബരിമല സന്നിധാനത്തു നിന്നും ചേർന്നത്. ഇന്ന് നല്ല ഭക്തജന തിരക്കാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.